ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പച്ചക്കറിയുടെ വീഡിയോ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ പച്ചക്കറി തൈ കണ്ടോ, ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ടിട്ട്, ഇത് കുക്കുംബറിൻ്റെ തൈയാണേ കണ്ടോ. ഇതിങ്ങനെ ഗ്രോ ബാഗിൽ നട്ടിട്ട് പയറുണ്ട്, കുക്കുംബറുണ്ട്, ചീരയുണ്ട്. ഇതെല്ലാം ഗ്രോ ബാഗിൽ നട്ടിട്ട് നമ്മുടെ കമ്പോസ്റ്റില്ലേ, കമ്പോസ്റ്റ് ഈ പിന്നെ അതിൻ്റെ ഇല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇച്ചിരി വളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. വളം എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഇത് വയലറ്റ് പയറും ഉണ്ട്, വെള്ളപ്പയറും ഉണ്ട് കണ്ടോ. ഇത് ഗ്രോ ബാഗിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതേ കമ്പോസ്റ്റും നമ്മുടെ ചാരവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റും കൂടെ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ വളമാകും. ഇത് കുറച്ച് ദിവസം കിടക്കുമ്പോൾ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിന് ഒരു ഇച്ചിരി കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ തളിച്ചു കൊടുക്കും. ഇതിനകത്ത് വെണ്ടയുണ്ട്, വെണ്ടയുടെ തൈയുണ്ട്, ഇതെല്ലാം കൂടെ. അപ്പോൾ നമ്മളൊരു പടങ്ങ് കേട്ട് നമുക്ക് ഇതിനെ കയറിപ്പോകണമല്ലോ, അതിന് വേണ്ടി ഞാനിപ്പോൾ ഉണ്ടാക്കിയൊരു ഇതാണ്. ഇതിങ്ങനെ നമ്മളിത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. രണ്ട് മൂന്നല്ല, കുറച്ച് പത്തൽ അങ്ങനെ ഇട്ടിട്ട് ഒരു കയറ് വരിഞ്ഞ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ പടങ്ങ് പോലെ നമ്മളിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക കണ്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ചെറിയ ആദ്യമേ നട്ടതൊക്കെ ഇങ്ങനെ കണ്ടോ പടന്ന് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളിപ്പോഴേ തന്നെ കെട്ടിക്കൊടുത്തെങ്കിലേ ഇത് മേലോട്ട് കയറത്തുള്ളൂ. ഇതിൻ്റെ കൂടെ കുക്കുംബറുണ്ട്. കുക്കുംബർ നമ്മൾ അറിയാമല്ലോ, ചോട്ടിയും തൊട്ടേ നമുക്ക് വിളവ് കിട്ടുന്ന ഇതാണ് കുക്കുംബർ. അങ്ങനെ കുക്കുംബർ നട്ടിട്ടുണ്ട് കണ്ടോ. ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വളർന്ന് നമുക്ക് ഇഷ്ടംപോലെ കാ പിടിക്കും. ഇനിയിപ്പോൾ ഞാൻ ആ കായുടെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പടത്തി കൊടുക്കാമെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ പടങ്ങ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിയാൽ മതി, മേലോട്ട് കയറി കുക്കുംബറാണേലും പയറാണേലും പിടിച്ചോളും കണ്ടോ.